ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്നേ ഇക്ക യുഎയിലേക്ക് തിരിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഡ്രസ്സ് മാറ്റാനായിട്ട് തൊട്ട് മുന്നേ കുറച്ച് വീഡിയോസ് എടുത്തതാണ്. പോകുന്നതൊന്നും എടുത്തില്ല കേട്ടോ, യാത്ര പറയുന്നതൊന്നും. അതൊന്നും എടുക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എന്നെ കളിപ്പിക്കുകയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വീഡിയോസ് ഇട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാനിത് യൂട്യൂബിൽ ഇട്ടിട്ടാ നിങ്ങൾ പറയണത് പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ ഇട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ലഗേജൊക്കെ റെഡിയായി. 30 കിലോനും 7 കിലോ ബാഗുമായിരുന്നു. സാധനങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു. കുറേ സാധനമൊക്കെ പുറത്ത് വെച്ചിട്ടാണ് പോയത്. അങ്ങനെ കട ഉമ്മ മരിച്ചിട്ട് വന്നതാണ് കേട്ടോ. ഒരു 50 ദിവസമൊക്കെ നിന്നുണ്ടാവും പ്രാവശ്യം. 2 മാസം തികച്ച് നിന്നില്ല. ആദ്യമായിട്ടാണ് വെക്കേഷനൊക്കെ ആയിട്ട് ഇത്രയും നിൽക്കുന്നത്. അപ്പോൾ പോണ വീഡിയോസൊന്നും എടുത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോസ് ഞാനിടുന്നുണ്ട്. അപ്പോൾ എയർപോർട്ടിൽ പോയിട്ടുള്ള ഫോട്ടോസും ഫ്ലൈറ്റിലുള്ളതും അവിടെ പോയിട്ടുള്ളതൊക്കെ ഇടാൻ പറഞ്ഞപ്പോൾ എടുത്തതാണ് കേട്ടോ. കാളെടുത്ത് വെച്ചിട്ട് പിന്നെ അവിടെ പോയപ്പോൾ എനിക്ക് അപ്ലോഡ് ചെയ്തത് കേട്ടോ. എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ് കേട്ടോ പോകുന്നത്. പിന്നെ ഇപ്പോൾ അവിടെ യുഎയിൽ ഓരോ പ്രശ്നങ്ങളുള്ള കാരണം കൊണ്ട് ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എയർ ഇന്ത്യ ഒന്നും അങ്ങനെ പോയിരുന്നില്ലല്ലോ. അങ്ങനെ ടിക്കറ്റ് നല്ല ചാർജായിരുന്നു. അപ്പോൾ ഇതൊരു ചാൻസിൽ അങ്ങനെ കിട്ടിയപ്പോൾ എടുത്തതാണ്. അപ്പോൾ ആളതൊക്കെ പോണതൊക്കെ വീഡിയോ എടുത്തതാണ് കേട്ടോ. എയർപോർട്ടിൽ കോഴിക്കോട് എയർപോർട്ടിൽ നിന്നാണ് കേട്ടോ പോണത്. അങ്ങനെ നേരെ ആൾ ബസ്സിൽ കയറി അവിടുന്ന് ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട് കൊണ്ടിട്ടാ. എല്ലാ പ്രാവശ്യത്തെമാതിരി എയർ ഇന്ത്യ എക്സ്പ്രസ് നല്ല സൗകര്യമുള്ള ഒരു ഫ്ലൈറ്റാണെന്ന് കേട്ടോ പറഞ്ഞത്. മറ്റേത് സീറ്റിലൊക്കെ ഒരാളിരുന്ന് മറ്റൊരാൾക്ക് അപ്പുറത്തുള്ള ആൾക്ക് അപ്പുറത്തേക്ക് ബാത്റൂമിൽ പോകാനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എണീറ്റ് നിൽക്കണം, എന്നിട്ട് കിടക്കൊക്കെ വേണ്ടത്. നല്ല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ടാണ് പറഞ്ഞത്. പിന്നെ ആൾക്ക് ഇവിടുന്ന് ഇന്നലെയാണ് കേട്ടോ. ഇന്നലെയെന്ന് മീൻസ് 6-ാം തീയതി ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഒരു 9 മണിയാകുമ്പോഴാണ് കേട്ടോ പോയത്. പിന്നെ 12:30-ക്കായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ വലിയ പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. എയർ ഇന്ത്യ എക്സ്പ്രസ് അല്ലേ, പിന്നെ ടൈം വൈകുമോ എന്തുണ്ടാവുമെന്നൊന്നും അറിയണ്ടായിരുന്നില്ല. പക്ഷെ കറക്റ്റ് ടൈമിന് തന്നെ ഫ്ലൈറ്റൊക്കെ എടുത്തു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. 12:30-ക്ക് തന്നെ ആൾ ഫ്ലൈറ്റിൽ കയറി. അപ്പോൾ പോകുമ്പോൾ ഒന്നും കഴിച്ചില്ല കേട്ടോ. ഇവിടുന്ന് നേരത്തെ പത്തിരിയും ചിക്കൻ കറിയൊക്കെ കഴിച്ച് പോയതാണ്. അപ്പോൾ ഞാൻ പാക്ക് ചെയ്ത് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. അതൊന്നും കേട്ടില്ല. അതൊന്നും വേണ്ട പറഞ്ഞിട്ട് ആൾ ഫ്ലൈറ്റിൽ നിന്നൊരു നൂഡിൽസ് വാങ്ങിച്ചതാണ്. അപ്പോൾ പുറത്തുള്ള വ്യൂ ഒക്കെ എടുത്തതാണ്. അങ്ങനെ ആൾ നമ്മളവിടുത്തെ ഒരു 4:30 മണിക്ക് 4:15 4:20 ആൾ ഇറങ്ങിയിട്ടാണ്. അപ്പോൾ അവിടുത്തെ വീഡിയോസ് എടുത്തുള്ളതാണ്. ഷാർജയിലാണ് കേട്ടോ. ഷാർജ എയർപോർട്ടിലാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്തു. പെട്ടെന്നൊക്കെ കിട്ടി, അധികം തിരക്കൊന്നുമില്ല പറഞ്ഞ്. ലഗേജ് കിട്ടി. എക്കാടെ പെങ്ങളെ മോനാണ് കേട്ടോ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പിറ്റത്തെ ദിവസമാണ് കേട്ടോ ഡ്രസ്സുകളൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പെട്ടിയിലാക്കി ഒതുക്കി വെച്ചു. ഇനി അവർ വരുമ്പോഴല്ലേ നമ്മൾ വീണ്ടും എടുക്കുക. അപ്പോൾ ഇനിയും കാണുമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഓരോന്നോരോന്നായി ഒതുക്കി വെക്കുമ്പോൾ ഒരു കാത്തിരിപ്പാണ്, വീണ്ടും വരുമെന്ന പ്രതീക്ഷ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അസ്സലാമു അലൈക്കും.